കനത്ത മഴയിൽ തൃശൂർ കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരത്ത് മദ്രസ കെട്ടിടം തകർന്നു. മദ്രസയ്ക്ക് അവധിയായതിനാൽ വലിയ ദുരന്തം ഒഴിവായിരിക്കുന്നു. സൂരജ് സജി വിവരങ്ങളുമായി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, വിവരങ്ങൾ എന്താണ് സൂരജ്? രാവിലെ മുതൽ ഉച്ചവരെ മഴ തൃശ്ശൂരിൽ മാറി നിൽക്കുകയായിരുന്നുവെങ്കിൽ വൈകുന്നേരത്തോടു കൂടി മഴ തൃശ്ശൂരിൽ കനക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. വിവിധ മേഖലകളിൽ മഴ കനത്തു എന്ന റിപ്പോർട്ടുകളാണ് ഒടുവിൽ നമുക്ക് ലഭ്യമാകുന്നത്. ഇപ്പോൾ ഈ ഒരു അപകട വാർത്ത വന്നിരിക്കുന്നത് ഈ കൊടുങ്ങല്ലൂരിലാണ്. കൊടുങ്ങല്ലൂരിൽ ഈ മദ്രസ കെട്ടിടം തകർന്നു വീഴുകയായിരുന്നു. കട്ടൻ ബസാറിന്റെ വടക്കു ഭാഗത്തുള്ള ഈ മദ്രസ കെട്ടിടമാണ് ഇന്ന് വൈകുന്നേരം 5 മണിയോടുകൂടി തകർന്നത്. ഇതിന്റെ മേൽക്കൂര തകർന്ന് താഴേക്ക് വീഴുകയായിരുന്നു. ഈ മഴ കനത്തതോടുകൂടി തിങ്കളാഴ്ച മുതൽ ഇവിടെ ഈ മദ്രസ പഠനത്തിന് വന്നിരുന്ന വിദ്യാർത്ഥികൾക്ക് അവധി കൊടുത്തിരുന്നു. 30 വിദ്യാർത്ഥികളായിരുന്നു ഇവിടെ പഠനം നടത്തിയിരുന്നത്. അതോടൊപ്പം 3 അധ്യാപകരും ഉണ്ടായിരുന്നു. പക്ഷേ ഇവർക്ക് ഈ മഴ കനത്ത പശ്ചാത്തലത്തിൽ തിങ്കളാഴ്ച മുതൽ അവധി കൊടുത്തതാണ് ഈ ഒരു അപകടം ഒഴിവാക്കുന്നതിലേക്ക് നയിച്ചത് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. മറ്റൊരു വശത്ത് ഇപ്പോൾ ഈ ക്യാമ്പുകളുടെ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. തൃശ്ശൂർ ജില്ലയിൽ ഈ മഴയുടെ ഭാഗമായിക്കൊണ്ട് തന്നെ 11 ക്യാമ്പുകൾ തുറന്നു എന്നുള്ളതാണ്. കനത്ത മഴയിൽ 5 താലൂക്കുകളിലായാണ് ഇപ്പോൾ ഈ 11 ക്യാമ്പുകൾ തുറന്നിട്ടുള്ളത്. 54 കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 24 മണിക്കൂറിനുള്ളിൽ 58.33 മില്ലിലിറ്റർ മഴ ലഭിച്ചു എന്നുള്ളതാണ് പറയുന്നത്. 17 വീടുകളാണ് തൃശ്ശൂർ ജില്ലയിൽ ഭാഗികമായി തകർന്നത്. ഒരു വീട് പൂർണ്ണമായും തകരുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ഉച്ചവരെ മാറി നിന്ന മഴ വൈകുന്നേരത്തോടു കൂടി വീണ്ടും ശക്തി പ്രാപിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. ജില്ലാ ഭരണകൂടമാകട്ടെ എല്ലാ മുന്നൊരുക്കങ്ങളും പൂർത്തിയായത് അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഈ ദുരന്ത നിവാരണ സേനയടക്കം എല്ലാ ജാഗ്രതാ നിർദ്ദേശങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സസൂക്ഷ്മമായി ജില്ലയിലെ കാര്യങ്ങൾ വിലയിരുത്തി വരികയാണെന്നും അറിയിക്കുന്നു. 3 ഡാമുകൾ നിലവിൽ ജില്ലയിൽ തുറന്നിട്ടുണ്ട്. പക്ഷേ ആശങ്കപ്പെടേണ്ട ഒരു സാഹചര്യം ഇല്ല എന്നുള്ളതാണ് ഒടുവിൽ ജില്ലാ ഭരണകൂടം വ്യക്തമാക്കുന്നത്. ടി.കെ. ശരി, സൂരജ് സജി തൃശൂർ ജില്ലയിലെ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. മഴയ്ക്കൊപ്പം തന്നെ നമ്മൾ ജാഗ്രതയോടുകൂടി കാണേണ്ട, ആശങ്കയോടുകൂടി കാണേണ്ട ഒന്നാണ് ഈ പകർച്ചപ്പനി. സംസ്ഥാനത്ത് പേമാരിക്കൊപ്പം പകർച്ചപ്പനിയും പിടിമുറുക്കുന്നുണ്ട്.